നമസ്കാരം. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ബയോളജി 3ാമത്തെ അധ്യായത്തിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് കയറുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3ാമത്തെ അധ്യായം എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റം, അന്തഃസ്രാവി വ്യവസ്ഥ എന്ന് മലയാളത്തിൽ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ സെക്രീഷൻസിനെയാണ് നമ്മൾ ജനറലി ഹോർമോൺസ് എന്ന് പറയുക. ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. അവയിൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻ കൂടെ അനുസരിച്ചാണ് നമ്മളുടെ അവയവങ്ങൾ, ഓർഗൻസ് പലതും പ്രവർത്തിക്കുന്നത്. പല സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും, ചില പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരെണ്ണത്തിൽ ചെന്നിട്ട് അതിനെക്കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഇങ്ങനെയൊക്കെ കുറേ പണികളുണ്ട്. അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു? നമ്മൾ തൈറോയിഡ് ആദ്യം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? നമ്മൾ പാൻക്രിയാസ് ആയിരുന്നു. പാൻക്രിയാസ് നമ്മൾ പഠിച്ചു, തൈമസ് പഠിച്ചു, അഡ്രിനൽ ഗ്ലാൻഡ് പഠിച്ചു, തൈറോയിഡ് പഠിച്ചു, പാരാതൈറോയിഡ് പഠിച്ചു, പീനിയൽ ഗ്ലാൻഡ് പഠിച്ചു, അല്ലേ? ഒക്കെ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി. ഇവന്മാർ രണ്ടുപേരും ബ്രദേഴ്സാണ്, സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സാണ്, സഹോദരിമാരാണ്, അല്ലെങ്കിൽ ബ്രദറും സിസ്റ്ററുമാണ്, എങ്ങനെ വേണോ പറയാം. ദാറ്റ് മീൻസ് ഇവർ തമ്മിൽ ഒരു കോർഡിനേഷനുണ്ട്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ ഹോർമോൺസ്. പിന്നെ ജനറൽ കാര്യങ്ങൾ പറഞ്ഞില്ല. ഇത് 10ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയംകാർക്ക്, മലയാളം മീഡിയംകാർക്ക്, NCERT-കാർക്ക്, ദെൻ +1 +2കാരുടെ ബേസ് ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കുറേ ഇൻഫർമേറ്റീവായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നീറ്റ് എൻട്രൻസ് എക്സാമിനേഷന് മലയാളി കുട്ടികൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തൊട്ട് ഈ വീഡിയോസ് ഉപയോഗിക്കാം. 7കാരിപ്പോഴേ 8, 9 ഒക്കെ മനസ്സിലാക്കിയാൽ 8, 9, 10 അങ്ങനെ ഹയർ ലെവലിലൂടെ പഠിച്ച് നേരത്തെ തയ്യാറാവാം. അതുപോലെ +1 +2കാർ ഇതിനകത്ത് 8, 9, 10 കണ്ട് പഠിച്ച് മനസ്സിലാക്കി ബേസ് സ്ട്രോങ് ആക്കി വെച്ചാൽ 11th 12th ഈസി ആയിട്ട് ബാക്കി മനസ്സിലാവും. ഓക്കെ. അല്ലാതെ +1 +2 കഴിഞ്ഞിട്ട് ലോങ് ടേം പോകാമെന്നൊക്കെ പറഞ്ഞ് വരുമ്പം നമ്മുടെ ഒരു വർഷം പോവും, കുറേ പണം പോവും. കിട്ടണമെന്നില്ല, കിട്ടട്ടെ, കിട്ടണത് നല്ലത്. പക്ഷേ ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ കൂടുതൽ നല്ലതായിട്ട് പഠിച്ചു പോകുന്നതാണ് കൂടുതൽ നല്ലത്. ഫസ്റ്റ് ചാൻസ് കിട്ടണം. അതിന് വേണ്ടി 8, 9, 10 സ്ട്രോങ് ബേസ്മെൻറ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ. +1 +2 സമയം കൊണ്ട് ഇത് തന്നെ കൂടുതൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സമയങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. പറ്റുന്നവരെ പോട്ടെ എന്ന് വിചാരിച്ച് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ +1 +2കാരുടേക്ക് ഒരു ബേസിന് വേണ്ടി കുറച്ച് കൂടുതൽ പറയുന്നു. കുറഞ്ഞു പോയാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അത് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കയറുന്നു. ഇന്നത്തെ ടോപ്പിക്ക് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഗൊണാഡ്സ്. ഇന്നുകൊണ്ട് അനിമൽ ഹോർമോൺ, അനിമൽ എൻഡോക്രൈൻ സിസ്റ്റം കംപ്ലീറ്റ് ആക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ സ്കൂളിലെ സിലബസ് പ്രകാരം ഹാൻഡ് ബുക്കിൽ 10ഉം 15ഉം പീരീഡാണ്. ഞാൻ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പോയിൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ യൂട്യൂബിൽ ഇത് കിടക്കും. അല്ല കൂടുതൽ എപ്പിസോഡുകൾ ഉണ്ടാക്കിയിടാനൊന്നും എനിക്ക് താല്പര്യമില്ല. ശ്രദ്ധിച്ച് കേൾക്കുക, എഴുതി പഠിക്കുക. ബയോളജി സിമ്പിളാണ്. പക്ഷേ ഇന്നത്തെ ഈ ടോപ്പിക്ക് അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ബയോളജിയിലെ ഏറ്റവും കട്ടിയുള്ള ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്ററാണ്. പക്ഷേ സിമ്പിളാക്കി നമുക്ക് എടുക്കാം. ബയോളജി സിമ്പിളാണ്. ജാവ പവർഫുൾ എന്ന് പറഞ്ഞാൽ ബയോളജി ടെക്നിക്കൽ ടേംസ് പഠിക്കണം. അത് മനസ്സിലായില്ല എങ്കിൽ ബുദ്ധിമുട്ടാവും. ബയോളജി മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും ഗൊണാഡ് ഗ്ലാൻഡും പഠിക്കാം. റെഡിയല്ലേ? അപ്പോൾ ഹൈപ്പോതലാമസ് ആരാ? ഹൈപ്പോതലാമസ് തലാമസിൻ്റെ മുകളിലിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലായിട്ടിരിക്കുന്ന ഒരു പവർഫുൾ ഹോർമോൺ സെക്രീറ്റിംഗ് ആയിട്ടുള്ള ഗ്ലാൻഡാണ് ഹൈപ്പോതലാമസ്. ഇവൻ്റെ കൺട്രോളിലാണ് പിറ്റ്യൂട്ടറി ഇരിക്കുന്നത്. പക്ഷേ പിറ്റ്യൂട്ടറിയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് ജനറലി പറയുന്നത്. പക്ഷേ ആക്ച്വലി അവൻ മാസ്റ്ററൊന്നും അല്ല. പക്ഷേ പറഞ്ഞു വെച്ചിരിക്കുന്നത് പിറ്റ്യൂട്ടറി മാസ്റ്റർ ഗ്ലാൻഡാണ്. പക്ഷേ പിറ്റ്യൂട്ടറിയുടെ കുറേ ആക്ടിവിറ്റി ഹൈപ്പോതലാമസിൻ്റെ നിയന്ത്രണത്തിലും കൂടെയാണ്. കൂടാതെ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ ഹോർമോണുകൾ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് പിറ്റ്യൂട്ടറി വേണ്ട സമയങ്ങളിൽ മറ്റുള്ള ഓർഗൻസിലേക്ക് അയച്ചു കൊടുക്കും.
അപ്പം ചില ക്ലാസ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. ജനറലി ചില ഹോർമോണുകളുടെ ക്ലാസ്സിനെ ട്രോപ്പിക് ഹോർമോൺസ് എന്നാണ് പറയുക. ട്രോപ്പിക് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ദി ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൺ ഗ്ലാൻഡ്, ഒരു ഗ്ലാൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഹോർമോൺ മൂവ് ടു ദി ടാർഗറ്റ് ഓർഗൻ, മറ്റൊരു ടാർഗറ്റ് ആയിട്ടുള്ള ലക്ഷ്യ സെല്ലിൽ, ലക്ഷ്യ ഗ്ലാൻഡിൽ ചെല്ലും. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ് ദാറ്റ് ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് കൺസേൺഡ് ഹോർമോൺസ് ദെയർ. എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ് ഇവയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രോപ്പിക് ഹോർമോണുകൾ, ആ ഹോർമോണുകൾ മറ്റ് ഗ്ലാൻഡുകളിൽ, എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ ചെന്നിട്ട് അവയെക്കൊണ്ട് അവയുടെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അപ്പോൾ അതൊരു ട്രോപ്പിക് ഹോർമോണാണ്, റിലീസിങ് ഹോർമോണുമാണ്. അപ്പോൾ ആ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോൺ ഫോം ചെയ്താൽ, പിറ്റ്യൂട്ടറിയിൽ നിന്ന് അത് വന്നു കഴിഞ്ഞാൽ അത് ബ്ലഡിലൂടെ ടെസ്റ്റിസിലും ഓവറിയിലും ചെന്നിട്ടാണ് ടെസ്റ്റിസിനെ കൊണ്ട് ആൻഡ്രോജൻ, ഓവറിയെ കൊണ്ട് ഈസ്ട്രോജനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അത് നമുക്ക് ആ ഗൊണാഡിൽ കൂടുതൽ കാര്യമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈപ്പോതലാമസിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് പല ഹോർമോണുകളെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈപ്പോതലാമിക് ന്യൂക്ലി എന്നാണ് ജനറലി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഏരിയ അല്ലെങ്കിൽ ടിഷ്യൂസിനെ പറയുന്ന പേര്. നമുക്കത് നോക്കാം. ഹൈപ്പോതലാമിക് ന്യൂക്ലി. ദി ഹൈപ്പോതലാമസ് ഈസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ കൺസിസ്റ്റിംഗ് ഓഫ് മാസ് ഓഫ് ഗ്രേ മാറ്റർ കാൾഡ് ഹൈപ്പോതലാമിക് ന്യൂക്ലി. അപ്പോൾ നമ്മൾ ബ്രെയിൻ ആദ്യം പഠിച്ചപ്പം ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഒക്കെ പഠിച്ചു. പക്ഷേ ഹൈപ്പോതലാമസിൽ കൂടുതലുള്ളതും ഗ്രേ മാറ്ററാണ്. അപ്പോൾ അത് ഏത് ഏരിയയിലാണ് കാണപ്പെടുന്നതെന്ന് ഊഹിച്ചാൽ മതി, പഠിച്ചവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ആ ഹൈപ്പോതലാമിക് ന്യൂക്ലി മാറ്റർ, ഗ്രേ മാറ്റർ കാൾഡ് ഹൈപ്പോതലാമിക് ന്യൂക്ലി, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി വൈറ്റ് മാറ്റർ ഓൺ ദി ഫ്ലോർ ഓഫ് ദി ഡയൻസെഫലോൺ. അത് നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം, അതിലാണ് കൂടുതൽ പറയുന്നില്ല. ദി സെക്രീഷൻ ഓഫ് ഹൈപ്പോതലാമിക് ന്യൂക്ലി കൺട്രോൾ ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. കണ്ടോ? അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ സെക്രീഷൻസ് അല്ലെങ്കിൽ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ, കെമിക്കലുകൾ, അത് പിറ്റ്യൂട്ടറിയെ നിയന്ത്രിക്കുന്നു. പിറ്റ്യൂട്ടറിയിൽ നോക്കിയാൽ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കാണാം, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും. ആൻറ്റീരിയർ പാർട്ട് ഓഫ് പിറ്റ്യൂട്ടറി പറയുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. അത് കുറേ ഹൈപ്പോതലാമിക് ഹോർമോണുകളെ സ്റ്റോർ ചെയ്യും, എന്നിട്ടത് സെക്രീറ്റ് ചെയ്യും വേറൊരു ഫോമിൽ. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീഷൻ നടത്തും, സെക്രീറ്റും ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകളെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്യും, എന്നിട്ടത് വേണ്ട സമയത്ത് വിട്ടുകൊടുക്കും. അപ്പോൾ അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്, ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി പിറ്റ്യൂട്ടറി പറയുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. അതാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. ആ അഡിനോ ഹൈപ്പോഫൈസിസ് കുറേ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി പേരുകളാണ് പ്രധാനം. പേര് കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് ക്ലിയറാക്കി പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഗൊണാഡ്, ഇതിനെക്കുറിച്ചൊരു ചെറിയ ജനറൽ ഐഡിയ പറഞ്ഞു. ഇനി നമ്മൾ ഹൈപ്പോതലാമസിൻ്റെ കൂടുതൽ കാര്യം പറയുന്നു. ദി സെക്രീഷൻസ് ഓഫ് ഹൈപ്പോതലാമിക് ന്യൂക്ലി ആർ കാൾഡ് ന്യൂറോ ഹോർമോൺ. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളെ ജനറലി പറയുന്ന പേരാണ് ന്യൂറോ ഹോർമോൺസ്. കണ്ടോ? ദീസ് ഹോർമോൺസ് റീച്ച് ദി പിറ്റ്യൂട്ടറി ത്രൂ ദി പോർട്ടൽ സർക്കുലേഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ആർട്ടറിയും വെയിനും ഒക്കെ, ആർട്ടീരിയകളും ഒക്കെ പഠിച്ചപ്പം അതിൽ പോർട്ടൽ സിസ്റ്റം പഠിച്ചു. ആ പോർട്ടൽ സിസ്റ്റത്തിൽ നമ്മളവിടെ 3 തരം പോർട്ടൽ സർക്കുലേഷൻ പഠിച്ചു. ആ 3 തരം പോർട്ടൽ സർക്കുലേഷൻ ഏതൊക്കെയാണെന്ന് കൂട്ടുകാരെന്ന് പറഞ്ഞേ. റെഡി? ഓർമ്മയുണ്ടോ? ഒന്ന് ഇൻറ്റസ്റ്റൈനും ലിവറും കൂടെ ആയിരുന്നു. പിന്നെ ഒരെണ്ണം ലോവർ ഗ്രൂപ്പ് ഓർഗനിസത്തിൽ ലോവർ പാർട്ട് ഓഫ് ദി ബോഡി കിഡ്നി ആയിരുന്നു. പിന്നെ ഒരെണ്ണം പറഞ്ഞു എന്തായിരുന്നു? ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിൽ
ഒരു പോർട്ടൽ സിസ്റ്റം ഉണ്ടെന്നും ഹൈപ്പോഫേഷ്യൽ പോർട്ടൽ സിസ്റ്റം പോയി നിങ്ങൾ നോക്കുക. നമ്മൾ അന്ന് അവിടെ പഠിച്ചതാണ്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും കൂടെ കൊണ്ട് പോർട്ടൽ വെയിനുകൾ കണക്ട് ചെയ്യുന്നു. അപ്പം ഹൈപ്പോതലാമസിൽ നിന്ന് പോർട്ടൽ വെയിനിലൂടെ കാപ്പിലറിയിലൂടെ വന്ന് ദെൻ പിറ്റ്യൂട്ടറിയിൽ കാപ്പിലറികളിലൂടെ എൻഡ് ചെയ്തിട്ട് പിറ്റ്യൂട്ടറിക്ക് കൊടുക്കുന്നു. അതാണ് ഈ പറഞ്ഞത്. പോർട്ടൽ വെയിനിലൂടെയാണ് ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറിയിലേക്ക് ഹോർമോണുകൾ ബ്ലഡിലൂടെ വരുന്നത്. ഹോർമോണുകൾ ബ്ലഡിലൂടെ വരൂ, കാരണം ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ, എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഡക്റ്റിലെസ് ഗ്ലാൻഡുകളാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു ത്രൂ പോർട്ടൽ ബ്ലഡ് ദി ന്യൂറോ ഹോർമോൺസ് ഇൻക്ലൂഡിങ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലാസ് ഓഫ് ഹോർമോണിനെ പറയുന്ന പേര് ന്യൂറോ ഹോർമോൺ എന്ന് ജനറലി പറഞ്ഞു. ആ ന്യൂറോ ഹോർമോണുകൾ, അപ്പോൾ ആരാണ് ന്യൂറോ ഹോർമോൺ എന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ക്ലാസ് മുഴുവൻ ഹോർമോണുകളെയും കൂടെ ചേർത്ത് പറയുന്നൊരു പേരാണ് ന്യൂറോ ഹോർമോൺ. ഈ ന്യൂറോ ഹോർമോണുകൾ 3 കാറ്റഗറൈസ് ചെയ്യാം. ദർ ആർ 3 ടൈപ്സ് ഓഫ് ന്യൂറോ ഹോർമോൺസ്. 3 തരം ന്യൂറോ ഹോർമോണുകളെ നമുക്ക് പറയാം. 1 സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, 2 റിലീസിങ് ഹോർമോൺ, 3 അതർ 2 ഹോർമോൺസ്. അപ്പോൾ 1 എന്ന് പറയുന്നത് റിലീസിങ് ഹോർമോൺസ്, 2 ഇൻഹിബിറ്ററി ഹോർമോൺസ് ആൻഡ് 3 അതർ 2 ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്. ദി റിലീസിങ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ന്യൂറോ ഹോർമോൺ, ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ ചേർത്ത് പറയുന്ന പേരാണ് ന്യൂറോ ഹോർമോൺ. ന്യൂറോ ഹോർമോണുകൾ പോർട്ടൽ സിസ്റ്റത്തിലൂടെ പിറ്റ്യൂട്ടറിയിൽ എത്തുമെന്ന് പറഞ്ഞു. ഈ ന്യൂറോ ഹോർമോൺസ് 3 രീതിയിലുണ്ട്. 1 റിലീസിങ് ഹോർമോൺ, 2 ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, 3 അതർ ഹോർമോൺസ്. അപ്പോൾ റിലീസിങ് ഹോർമോൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് ആരെയൊക്കെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ്. ഇൻഹിബിറ്റിംഗ് എന്ന് പറയുമ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെയൊക്കെ ഒന്ന് നിർത്തണ്ടേ, ചുമ്മാ വളർന്നങ്ങ് പോയാൽ മതിയോ? ഗ്രോത്ത് ഹോർമോൺ കൊണ്ട് വളർന്ന് പോയാൽ തെങ്ങിൻ്റെ മണ്ട വരെ എത്തല്ലേ നമ്മൾ വളർന്നിട്ട്. അതിനാണ് ഈ ക്ലാസ്സുകളുടെ തുടക്കത്തിൽ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു, ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആൻഡ് നോട്ട് റെസ്ട്രിക്റ്റഡ് എന്നും ഇൻഡെഫിനിറ്റ് ആൻഡ് റെസ്ട്രിക്റ്റഡ് എന്ന വാക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് പാറ്റേണിൽ എത്തുമ്പോൾ ഇൻഹിബിറ്റ് ചെയ്യണം. ആവശ്യത്തിനുള്ളത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം ഇൻഹിബിറ്റ് ചെയ്യാൻ അതിൻ്റെ ഹോർമോൺ വേണം. അതാണ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. ദെൻ 3ാമത്തെ ഹോർമോണാണ് 2 അതർ ഹോർമോൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അത് ADH, ആൻറ്റി ഡയബറ്റിക് ഹോർമോൺ ഓർ വാസോപ്രസിനും ഓക്സിറ്റോസിനും. അത് നമുക്ക് പിന്നെ പറയാം, അതവിടെ വയ്ക്കട്ടെ. നമുക്ക് ആദ്യം പ്രധാനപ്പെട്ടതിലേക്ക് പോവാം. ഏതാ? ദി റിലീസിങ് ഹോർമോൺ ഇൻക്ലൂഡ്. റിലീസിങ് ഹോർമോണുകളിൽ ആരൊക്കെ വരും? ഇതാ എണ്ണാൻ പോവാണ്. 1 തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ TRH, 2 കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ CTRH, 3 ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ GnRH, 4 ഈ 3 ഹോർമോണുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ദീസ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ടു സെക്രീറ്റ്. ഈ 3 ഹോർമോണുകളുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വരും. ഈ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും കണക്ട് ചെയ്തേ പറയാൻ പറ്റും. പിറ്റ്യൂട്ടറി വന്നിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ടു സെക്രീറ്റ് TSH, ദാറ്റ് ഈസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ നമ്മളവിടെ തൈറോയിഡിൽ പഠിച്ചു. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ നിന്ന് തൈറോയിഡിൽ വന്നാലേ തൈറോയിഡിനെ കൊണ്ട് തൈറോക്സിൻ, ഓർമ്മയുണ്ടോ തൈറോക്സിനൊക്കെ പറഞ്ഞത് കൂട്ടുകാരെ? പഴയത് ഓർക്കണം, ഓർത്തില്ലെങ്കിൽ രക്ഷയില്ല. മെമ്മറി പവറിൽ ആവശ്യമുള്ള സാധനങ്ങളെ ലോഡ് ചെയ്യാവൂ, വേണ്ടാത്ത സാധനങ്ങൾ നമ്മുടെ മെമ്മറി പവറുകളിൽ കയറ്റി വയ്ക്കരുത്. കയറ്റി വെച്ചാൽ മെമ്മറി ലോസ്, സെല്ലുകളൊക്കെ ഡാമേജ് ആവും. തമാശ പറഞ്ഞതല്ല കേട്ടോ, വെയിറ്റ് കൂടും തലയ്ക്ക്, ഭാരം. നമുക്ക് ആവശ്യമുള്ളത് കയറ്റി വയ്ക്കും. അപ്പം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ACTH,
അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ACTH കണ്ടോ, ആൻഡ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. ഇവിടെയെല്ലാം നമ്മൾ ട്രോപ്പിക് എന്ന് പറഞ്ഞുകൊണ്ട് ട്രോപ്പിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺ മറ്റേ ഗ്ലാൻഡിൽ ചെന്നിട്ട് അവയെ കൊണ്ട് അതിൻ്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതാണ് സംഭവം. ദെൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഹൈപ്പോതലാമിക് ന്യൂക്ലിയർ പറയുന്ന പേരാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. കണ്ടല്ലോ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. നേരത്തെ നമ്മൾ റിലീസിങ് ഹോർമോണാണ് പറഞ്ഞത്, അത്രയും 3 പറഞ്ഞു. അവ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പോയിട്ട് അവയെ കൊണ്ട് അടുത്ത 3 ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്ന പേര് പറഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാരെ എഴുതി പഠിക്കണം, വീണ്ടും ഞാൻ പറയുന്നില്ല. അടുത്ത ഇൻഹിബിറ്റിംഗ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഹൈപ്പോതലാമിക് ന്യൂക്ലിയർ പറയുന്ന പേരാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഇതെന്ത് ചെയ്യും? ഇറ്റ് ഇൻഹിബിറ്റ് ദി സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഗ്രോത്ത് ഇങ്ങനെ വളർന്ന് അൺകൺട്രോളബിൾ ഗ്രോത്ത് ആവും, ജൈജാൻറ്റിസം. കണ്ടോ, അപ്പം ഇൻഹിബിറ്ററി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ബൈ ഹൈപ്പോതലാമിക് ന്യൂക്ലിയർ ജനറൽ പറയുന്ന പേരാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിന് ഉള്ള ഒന്നാമത്തെ ഹോർമോൺ ആണ് ദി ഇൻഹിബിറ്റിംഗ് ദി സൊമാറ്റോസ്റ്റാറ്റിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്താണ്? ദി സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇനി പറഞ്ഞത് മൂന്നാമത്തെ ടൈപ്പ് കാറ്റഗറിയാണ് അതർ 2 ഹോർമോൺസ് എന്ന് പറഞ്ഞു. അതാണ് ഏതൊക്കെ? വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ആൻഡ് ഓക്സിറ്റോസിൻ. ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് യൂറിനെ റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ റീഅബ്സോർബ് ചെയ്യണം ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. നമുക്കറിയാം, ചൂട് കാലത്ത്, സമ്മർ സീസണിൽ, വേനൽക്കാലത്ത് നമുക്ക് വിയർപ്പ് കൂടും. പക്ഷേ എന്ത് കുറയും? യൂറിൻ കുറയും. യൂറിൻ കുറയുന്നതിന് കാരണം എന്താണ്? ആലോചിച്ച് നോക്കിക്കോളൂ. വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയററ്റിക് ഹോർമോൺ അവിടെ കൂടുതലുണ്ടായിരുന്നു. അത് തിരിച്ച് പിടിച്ച് എവിടെ കൊടുത്തു? ബ്ലഡിലേക്ക് കൊടുത്തു. ഏകദേശം 200 ലിറ്ററോളം യൂറിൻ ഫോർമേഷൻ നടക്കുമെന്നാണ് ഒരു ദിവസം ബോഡിയിൽ. അതിൽ 198.5 ലിറ്ററും തിരിച്ചു പിടിക്കും എന്നാണ്. അപ്പോൾ കിഡ്നി എന്തുമാത്രം പണിയാണ് എടുക്കുന്നതെന്നൊന്ന് ആലോചിച്ചേക്ക് അല്ലേ. ഏകദേശം 1-1.5 ലിറ്ററും യൂറിനാണ് ഒരു ദിവസം പുറത്തു പോകുന്നത്. അപ്പോൾ ഇത്രയും പണി അവിടെ നടക്കുകയാണ് 2 കിഡ്നിയിലും കൂടെ. അതുകൊണ്ട് കിഡ്നി ഡാമേജ് ആക്കരുത്. അപ്പോൾ അടുത്തത് എന്താ പറഞ്ഞ തിരിച്ചു പിടിക്കും. ഇനി മഴക്കാലത്തോ, തണുപ്പ് സമയത്ത്, വിൻ്റർ സീസണുകളിൽ യൂറിൻ കൂടുതലായിരിക്കും. അപ്പോൾ ബ്ലഡിൽ ആര് കുറയും? ADH വാസോപ്രസിൻ കുറയും. മനസ്സിലായോ? ഓക്കെ. കൂടെ അങ്ങ് പറയാം, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാലോ അത് ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഹോർമോണാണ്. അപ്പം മിൽക്ക് ഇജക്ഷൻ, മാമറി ഗ്ലാൻഡുകൾ മിൽക്ക് ഇജക്റ്റ് ചെയ്ത് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ യൂട്രസുമായി ബന്ധപ്പെട്ട് പ്രഗ്നൻസിയെ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? കുഞ്ഞ് യൂട്രസിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ കുറച്ച് ഹോർമോണൽ ആക്ടിവിറ്റിയും കൂടെ മസിലുകളിൽ നടക്കണം. അതാണ്. ഓക്കെ, അപ്പോൾ ക്ലിയറായി. ഈ വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ, ദീസ് ഹോർമോൺസ് ആർ സ്റ്റോർഡ് ഇൻ ദി ആക്സോൺ ടെർമിനൽസ്, ദി പോസ്റ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി. ആക്സോൺ ടെർമിനലുകളിലൊക്കെ സ്റ്റോർ ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? ഹൈപ്പോതലാമസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറയാം. ഹൈപ്പോതലാമസ് നമ്മൾ ന്യൂറോ ഹോർമോൺസ് എന്ന് പറയാം, സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബ്രെയിൻ ആൻഡ് ഗ്രേ മാറ്ററിൽ കാണുമെന്ന് നമ്മൾ പറഞ്ഞു. ഹൈപ്പോതലാമിക് ന്യൂക്ലിയർ. ദെൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. ഇത് കൺട്രോൾ പിറ്റ്യൂട്ടറിയെ നിയന്ത്രിക്കുന്നു. ഇത് സെക്രീഷൻസ് ആർ കാൾഡ് ന്യൂറോ ഹോർമോൺ റീച്ച് ദി പിറ്റ്യൂട്ടറി ത്രൂ പോർട്ടൽ സിസ്റ്റം. പോർട്ടൽ സിസ്റ്റത്തിലൂടെയാണ് ഹൈപ്പോതലാമസിൽ നിന്ന് ഹോർമോൺ പിറ്റ്യൂട്ടറിയിലെത്തുന്നത്. 3 തരം. ഒന്ന് ഇൻഹിബിറ്ററി ഹോർമോൺ, ദാറ്റ് ഇൻഹിബിറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺസ് ഇൻ ദി ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്.
അത് എക്സാമ്പിൾ നോക്കിയാൽ സൊമാറ്റോസ്റ്റാറ്റിൻ ഇൻഹിബിറ്റ് ദി സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ ടൈപ്പാണ് റിലീസിങ് ഹോർമോൺ. അതെന്ത് ചെയ്യുന്നു? ഇറ്റ് സ്റ്റിമുലേറ്റ് ദി ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ് ട്രോപ്പിക് ഹോർമോൺസ്. ട്രോപ്പിക് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ദി ഹോർമോൺ സ്റ്റിമുലേറ്റ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ടു സെക്രീറ്റ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ACTH ആൻഡ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH. ഇവയെ മൂന്നിനെയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺസ് ഏതായിരുന്നു? അത് നമ്മൾ നേരത്തെ കണ്ടു. ദി റിലീസിങ് ഹോർമോൺസ് ഇൻക്ലൂഡ് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ TRH, കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ CTRH and gonadotropin releasing hormone GRH. These hormones stimulate the anterior pituitary to secrete TSH. ബാക്കിയുള്ളത് ആദ്യം ഞാൻ സ്ട്രൈറ്റ് പറഞ്ഞു, ഇപ്പം ഞാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ക്ലിയർ ആയല്ലോ? മറിച്ചും തിരിച്ചും പറഞ്ഞാൽ ചോദിച്ചാലും പറയാൻ നമുക്ക് അറിയാമായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പിറ്റ്യൂട്ടറി അതർ 2 ഹോർമോൺസിൻ്റെ കാര്യം പറഞ്ഞു. വാസോപ്രസിൻ ഓർ ആൻറ്റി ഡയറക്റ്റീവ് ഹോർമോണും ഓക്സിറ്റോസിനും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പിറ്റ്യൂട്ടറിയെക്കുറിച്ച് കൂടുതൽ പറയുന്നു. പിറ്റ്യൂട്ടറിയെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആക്ച്വലി അത് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഹൈപ്പോതലാമസിൻ്റെ കൺട്രോളിലാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന മേജർ ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് GH, ഗ്രോത്ത് ഹോർമോൺ ഓർ സൊമാറ്റോട്രോപ്പിൻ. ഗ്രോത്ത് ഹോർമോൺ ഓർ സൊമാറ്റോട്രോപ്പിൻ. ഇവൻ്റെ പ്രൊഡക്ഷനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് ആവശ്യം കഴിയുമ്പോൾ. അടുത്ത പോയിൻ്റാണ്, ഇഫ് സൊമാറ്റോട്രോപ്പിൻ ലെവൽ ഇൻക്രീസസ്, കൂടിക്കഴിഞ്ഞാൽ, സൊമാറ്റോട്രോപ്പിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാമോ? ഇറ്റ് ഇൻക്രീസസ് ദി ഗ്രോത്ത് ഓഫ് ദി ഓർഗനിസം ആൻഡ് ലീഡ്സ് എക്സസീവ് ഗ്രോത്ത് ആൻഡ് കാൾഡ് ജൈജാൻറ്റിസം. ഇതാ കണ്ടോ, നോർമൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ജൈജാൻറ്റിസം എന്ന് പറയുന്നത് ഈ ടൈപ്പിൽ വരും. അപ്പോൾ GH ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞു പോയാലോ ഡ്വാർഫിസം ഉണ്ടാവും, കുറഞ്ഞു പോകും. കണ്ടോ? ഓക്കെ. ഒരേ സമയം ഈ പണികളെല്ലാം നടക്കണം. ഫോട്ടോ പടമെടുത്ത് കാണിക്കണം, പോയിന്റുകൾ വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സൊമാറ്റോട്രോപ്പിൻ ലെവൽ ജൈജാൻറ്റിസം, ലോ ലെവൽ പ്രൊഡ്യൂസ് ഡ്വാർഫിസം. ഓക്കെ, അടുത്താണ് അക്രോമീഗളി എന്ന് പറയുന്നൊരു കണ്ടീഷൻ. ബൈ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ദി ഗ്രോത്ത് ഫേസ്, വളർച്ചയുടെ ഫേസ് കഴിഞ്ഞതിന് ശേഷവും സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഇറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താ സംഭവിക്കുന്നറിയാം? ബോൺ വലുതാകും. ഏത് ബോൺ? ഫേസിൻ്റെ ബോണുകൾ വലുതാകും, ജോ ബോണുകൾ വലുതാകും, ഫിംഗറുകൾ വലുതാകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ വ്യക്തിയുടെ ശരീരം, തല എങ്ങനെയിരിക്കും എന്ന്. അക്രോമീഗളിയുടെ പടം ഉണ്ടോ നോക്കട്ടെ. അക്രോമീഗളി പടമുണ്ട്, കണ്ടോ? അങ്ങനെയുള്ള ആളിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു സ്റ്റേജിനും കഴിഞ്ഞിട്ട് വീണ്ടും സൊമാറ്റോട്രോപ്പിൻ കൂടുകയാണെങ്കിൽ, ഗ്രോത്ത് ഹോർമോൺ കൂടുകയാണെങ്കിൽ തല വലുതായി പോവും. കണ്ടോ? ഇതാണ് എന്നുവെച്ചാൽ താടി വലുതായി പോവും, ജോ വലുതായി പോവും, തല വലുതായി പോവും. ഇതൊക്കെയാണ് അവസ്ഥ. ഓക്കെ, ഇതാണ് സംഗതി. അതാണ് ഫിംഗറുകളും നീണ്ടു പോകും കേട്ടോ, വലിയ നീളമുള്ള ഫിംഗറുകളാക്കി പോകും. അതാണ് അക്രോമീഗളി എന്ന് പറയുന്ന കണ്ടീഷൻ. അടുത്ത് പറയുന്നു ദി ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഞാൻ പറഞ്ഞ പേരെന്തായിരുന്നു? അഡിനോ ഹൈപ്പോഫൈസിസ്. അപ്പോൾ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയുടെ പേരെന്താണ്? ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഓക്കെ, അഡിനോ ഹൈപ്പോഫൈസിസ് ഓർ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് 4 ഹോർമോൺസ് വിച്ച് റെഗുലേറ്റ് ദി ഫങ്ഷൻ ഓഫ് അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 4 ഹോർമോണുകൾ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോണുകളാണ് അതുകൊണ്ടാണ് അവ എന്ത് പറഞ്ഞത്? ട്രോപ്പിക് ഹോർമോൺസ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാലാണ്, ഞാൻ റിവിഷൻ നടത്തുകയാണ്, പോയിന്റുകൾ എഴുതി വെച്ചിരിക്കുന്ന വിട്ടുപോകാതിരിക്കാൻ.
നെയിംലി ട്രോപ്പിക് ഹോർമോൺസ്. അവ ഏതൊക്കെയാണ്? ഗ്രോത്ത് ഹോർമോൺ, TSH പറഞ്ഞല്ലോ, ACTH ആൻഡ് ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ GSH. ആ ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൽ പിന്നെയും രണ്ടെണ്ണം, ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും, LH ഉം FSH. ആൻഡ് പ്രൊലാക്റ്റിനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. എന്താ പ്രൊലാക്റ്റിൻ? മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ. അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ പാല് കൊടുക്കണം. അപ്പം മിൽക്ക് പ്രൊഡക്ഷനുള്ള ഹോർമോണിൻ്റെ പേരാണ് പ്രൊലാക്റ്റിൻ. ഓക്കെ. ഓക്സിറ്റോസിൻ ഡെലിവറിയെ സഹായിക്കുന്ന ഹോർമോണാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതും മാമറി ഗ്ലാൻഡിനെ ഇജക്റ്റ് ചെയ്യാനായിട്ട്, മിൽക്ക് ഇജക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പറഞ്ഞല്ലോ. ഓക്കെ. പാസേജ് ബർത്ത് സഹായിക്കുന്ന ഹോർമോൺ, അപ്പോൾ അതും പറഞ്ഞു. ഓക്കെ. ഇനി ചൈൽഡ് ബർത്ത് പറഞ്ഞു. ബ്രസ്റ്റ് ഫീഡിങ്, മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ബാലൻസ്. അത് വീണ്ടും ഒന്നുകൂടെ പോയിൻ്റ് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഹോർമോൺസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നു? സ്റ്റോർഡ് ഇൻ ദി പോസ്റ്ററൽ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. ഇറ്റ് സെക്രീറ്റ് അതർ ഓർഗൻസ് ത്രൂ ബ്ലഡ് വെൻ ഇറ്റ് റിക്വയർ. എന്ന് വെച്ചാൽ ഹോർമോണുകൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്തത് വന്ന് പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്താൽ അത് വേണമെന്നുള്ള സമയത്ത് അത് അയച്ചു കൊടുക്കും. ആദ്യം പറഞ്ഞത് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, അതുകൊണ്ട് അവിടെ കട്ട് ചെയ്ത്. അടുത്ത വാസോപ്രസിൻ റെഗുലേറ്റ് ലെവൽ ഓഫ് വാസോപ്രസിൻ ഓർ ADH ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഇതാണ് യൂറിനിൽ നിന്ന് വാട്ടറിനെ തിരിച്ചു പിടിക്കുന്നത്. റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം കിഡ്നി ഓർ നെഫ്രോൺ ഓർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റർ ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ. ബോഡി ത്രൂ റീ അബ്സോർപ്ഷൻ വാട്ടർ. ആൻഡ് അടുത്ത എന്താ? പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഈസ് ഹൈ ഇൻ സമ്മർ, അത് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് പ്രൊഡക്ഷൻ ഈസ് ലെസ് ഇൻ വിൻ്റർ ഓർ റെയിനി സീസൺ. വൈ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ. കാരണം ഇനി ആണൊരു പ്രശ്നം. ലോ എമൗണ്ട് ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ് ദി റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നി. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഹൈ ലെവൽ ഓഫ് യൂറിൻ പുറത്തേക്ക് പോകും. ഈ ഹൈ ലെവൽ ഓഫ് യൂറിൻ പുറത്തേക്ക് പോകുന്ന അത് ഒരു രോഗമാണ്. ആ രോഗത്തിൻ്റെ പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. നമ്മൾ നേരത്തെ ഡയബറ്റിസ് മെലിറ്റസ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർമ്മയുണ്ടല്ലോ? ഓർക്കണം, ഓർത്താ നല്ലത്. ഓർക്കേണ്ടതെല്ലാം ഓർത്തിരിക്കണം. ഇവിടെ പറഞ്ഞത് മൂത്രത്തിലൂടെ വെള്ളം ക്രമത്തിലധികമായി പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇതിനോടൊപ്പം ചേർന്ന് വരുന്ന അടുത്ത ഗ്ലാൻഡിൻ്റെ പേരാണ് ഗൊണാഡിയൽ ഗ്ലാൻഡ്സ് ഓർ ഗൊണാഡ്സ്. ഈ ഗൊണാഡിയൽ ഗ്ലാൻഡുകൾ നമുക്ക് രണ്ടെണ്ണമാണ്, ടെസ്റ്റിസും ഓവറിയും. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടു ഗൊണാഡിയൽ ഗ്ലാൻഡിനെ, ഗൊണാഡ് എന്നാണ് ജനറൽ പേര്, അതുകൊണ്ടാണ് ഗൊണാഡോട്രോപിക് റിലീസിങ് ഹോർമോൺ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മൾ കണ്ടത്. ഓക്കെ. ദെൻ ബിഹൈൻഡ് സെക്ഷുവൽ ക്യാരക്ടേഴ്സ്, നമ്മുടെ സെക്ഷുവൽ ക്യാരക്ടറിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരാരൊക്കെയാണ്? അതിലാണൊന്ന് ടെസ്റ്റിസ്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഓർഗനാണ്. അത് സ്ക്രോട്ടൽ സാക്സിനകത്താണ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്, ഹാങ് ചെയ്തിരിക്കുന്നത്. അത് ആൺകുട്ടികളുടെ, പുരുഷന്മാരുടെ സെക്സ് ഓർഗൻ്റെ പേരാണ് ടെസ്റ്റിസ്. എൻ്റെ അടുത്ത് എൻട്രൻസ് പഠിക്കാൻ മുമ്പ് വന്ന ചില കുട്ടികൾ, ഞാൻ പഠിപ്പിക്കുന്ന കോളേജ്, ചില കുട്ടികളോട് മെയിൽ സെക്സ് ഓർഗൻ ഏതെന്ന് ചോദിച്ചാൽ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെനിസ് 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 എന്നാണ്. ഫീമെയിൽ സെക്സ് ഓർഗൻ ഏതെന്ന് ചോദിച്ചാൽ ഉടനെ പറയും വജൈന 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 എന്ന് പറയും. തെറ്റാണ്, അങ്ങനെ തന്നെ പറയുന്നു. പെനിസ് എന്ന് പറയുന്ന ഒരു കോപ്പുലേറ്ററി ഓർഗനാണ്, സെക്സിനെ സഹായിക്കുന്ന ഒരു മാംസ കഷ്ണം, ഒരു മാംസ അവയവം മാത്രമാണ്. അതിൽ എല്ല് പോലും ഇല്ല, ബോണില്ല. അത് ബ്ലഡും ഹോർമോണും കൊണ്ടിട്ടാണ് ആ മസിലുകൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എറക്റ്റഡ് ആകുന്നത്. അപ്പോൾ പെനിസ് എന്ന് പറയുന്നത്, ഓവറി എന്ന് പറയുന്നതും കോപ്പുലേറ്ററി ഓർഗനാണ്. സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് മെയിലിന്, ആണുങ്ങളെ സംബന്ധിച്ച് ടെസ്റ്റക്കിൾ എന്ന് പറയുന്ന പെനിസിന് താഴെയുള്ള സ്ക്രോട്ടൽ സാക്സിൽ ഹാങ് ചെയ്തിരിക്കുന്നതാണ്. അത് സൂക്ഷിച്ച് നമ്മൾ ഒന്ന് ക്ലോസ് ഒബ്സർവ് ചെയ്താൽ ആ
ടെസ്റ്റക്കിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. സ്മോൾ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ചൂട് സമയമാകുമ്പോഴത്തേക്ക് അത് ഇലോങ്ങേറ്റ് ചെയ്ത് ഇരിക്കും. തണുപ്പ് സമയമാകുമ്പം അത് ഷ്രിങ്ക് ചെയ്തിരിക്കും. ഇതൊക്കെ ഒരെണ്ണത്തിൻ്റെ സൈസ് ഒരല്പം വലുതായിരിക്കും മറ്റൊരെണ്ണത്തിനേക്കാൾ. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിരിക്കും. ചിലർക്ക് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടായിരിക്കും. അയ്യോ, ഒന്ന് ചെറുത് ഒന്ന് വലുത്. അങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ. എല്ലാവർക്കും അങ്ങനെയാണ്. തണുപ്പ് സമയമാകുമ്പം അത് ചുരുങ്ങും. എന്തിനു വേണ്ടിയാണ് ടെസ്റ്റക്കിൾ തണുപ്പ് സമയമാകുമ്പോൾ സ്ക്രോട്ടൽ സാക്സ് മൊത്തമായി ചുരുങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്? അവിടെ ചൂട് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പോലും നമ്മുടെ ടെസ്റ്റക്കിൾ വളരെ കെയർഫുള്ളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തണുപ്പ് സമയത്ത് ചൂട് വേണം. എന്നാൽ ചൂട് സമയത്ത് ടെമ്പറേച്ചർ കൂടുതലുള്ള സമയത്ത്, ബോഡി ടെമ്പറേച്ചർ കൂടുതലുള്ള സമയത്ത് നിങ്ങൾ നോക്കിയാൽ ടെസ്റ്റക്കിൾ എന്ന് പറയുന്നത് ഹാങ് ചെയ്തിരിക്കും, വലിഞ്ഞ് ഇലോങ്ങേറ്റ് ചെയ്ത് നിൽക്കും. കാരണം ചൂട് കുറയ്ക്കാൻ വേണ്ടി ബോഡിയിൽ നിന്നും ടെസ്റ്റക്കിൾ ഡിസെൻഡ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസിൽ പോയി നിൽക്കുകയാണ്. ആരും പറഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ബോഡിയുടെ ട്യൂണിങ്. പക്ഷേ തിരിച്ചറിവില്ലാത്ത നമ്മളിൽ പലരും ടൈറ്റ് അണ്ടർ ഗാർമെൻറ്റും വലിച്ച് ഇട്ട് ടൈറ്റ് കാറ്റ് കയറാത്ത ജീൻസ് തുണികൾ പോലെയുള്ള പാൻസുകളും ചൂട് കാലങ്ങളിൽ കയറ്റിയിട്ടുകൊണ്ട് പോകുമ്പോൾ ഇവിടെയായിരുന്നു ജീൻസ് ഇട്ടുകൊണ്ട് നടക്കുന്ന കുട്ടികൾക്ക് ഗൈനക്കോളജിക് പ്രോബ്ലംസ്. അത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടുപേർക്കും ഉണ്ട്. ഫീമെയിലിന് ടെസ്റ്റക്കിളല്ല, ഇവിടെ വരുന്നത് വിയർപ്പും ബാക്ടീരിയയും ഇൻഫെക്ഷനും വജൈനൽ ഡിസ്ചാർജും യൂട്രസും ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഇത് രണ്ടും ടൈറ്റ് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വസ്ത്രം ധരിക്കണം. ബോഡി പോലും കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് ഇത് പഠിപ്പിച്ചിരുന്നതുകൊണ്ടാണ് ഞാൻ അന്ന് പലയിടത്തും വിളിച്ചു പറഞ്ഞ്. അപ്പോൾ കുറേ പേര് എന്നെ കളിയാക്കി ജീൻസുകാരനാക്കി എന്തൊക്കെയാണ് കേട്ടതല്ലേ. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ബോഡി ശാസ്ത്രത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കും. ഇവിടെയായിരുന്നു പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളുമൊക്കെ ഇറുകിയ ടൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അതിനൊക്കെ ബയോളജിക്കൽ ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട്. അവരൊന്നും ബയോളജി പഠിച്ചിട്ടല്ല പറഞ്ഞത്, അവർ അകക്കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി. അപ്പോൾ ബയോളജി പഠിച്ചപ്പോൾ വേദവും കൂടെ പഠിച്ചപ്പോൾ എനിക്കത് രണ്ട് സത്യവും പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ഇപ്പോൾ കൂട്ടുകാർക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും തലേ കയറാത്ത കുറേ പരിഹാസകർ എപ്പോഴും ഉണ്ടാവും, കുറച്ചെണ്ണം. അവരിങ്ങനെ പരിഹസിച്ച് നടന്നോട്ടെ, അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ടൈറ്റ് ഡ്രസ്സ്, ചൂട് കാലാവസ്ഥ ഇതൊന്നും നോക്കാതെ തോന്നിയ വസ്ത്രധാരണവും നടക്കുന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഗൈനക്കോളജിക് പ്രോബ്ലംസ് ഒരുപാട് കൂടുന്നതും. കൗണ്ടില്ല, ആക്ടിവിറ്റി ഇല്ല, മോട്ടിലിറ്റി ഇല്ല, സ്പേമിൻ്റെ അളവ് കുറവ്, ഉള്ള സ്പേം തന്നെ ഗുണനിലവാരമുള്ള സ്പേമുകളില്ല. ഇതൊക്കെ ഡോക്ടേഴ്സിനറിയാം. പോയി നേരിട്ട് ചോദിക്കുക. ഓക്കെ, ഇതാണ് സംഭവം. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? അപ്പം ചൂട് കാലാവസ്ഥയുള്ള സമയങ്ങളിൽ ടൈറ്റ് അണ്ടർ ഗാർമെൻറ്റുകളും കാറ്റ് കയറാത്ത ടൈറ്റ് വസ്ത്രങ്ങളും ധരിക്കാതിരിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഓക്കെ. കാരണം എനിക്ക് ഉണ്ടായ ദോഷങ്ങളും കഷ്ടതകളും എന്നെ ശ്രവിക്കുന്ന, എന്നെ വിശ്വസിക്കുന്നവർക്ക് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് എത്ര എതിർത്താലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യം ഒരു നാൾ പൊങ്ങി വരും. അത് വന്നു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും സത്യമാണെന്ന് പൊങ്ങി വരും. കള്ളം പൊങ്ങി നിൽക്കും, പക്ഷേ സത്യം പൊങ്ങി വരുന്നതോടെ കള്ളം താന്നു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടെസ്റ്റിസിനെ കുറിച്ച് പറയുന്നു. എൻഡോക്രൈൻ പാർട്ട് ഓഫ് ദി ടെസ്റ്റിസ് ഈസ് നോൺ ആസ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലീഡിക് സെൽസ് എന്നാണ് പറയുക. ആക്ച്വലി ടെസ്റ്റക്കിളിലെ എൻഡോക്രൈൻ പാർട്ട്, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന്. എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്, നോൺ എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ എൻഡോക്രൈൻ പാർട്ട് ഓഫ് ദി ടെസ്റ്റിസിനെ പറയുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലീഡിക് സെൽസ്. ആൻഡ് പ്രൊഡ്യൂസ് ആൻഡ്രോജൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ആൻഡ്രോസ്റ്റിറോണും, രണ്ട് നിങ്ങൾക്കറിയാമെന്നുള്ള ടെസ്റ്റോസ്റ്റിറോണും. ഇത് രണ്ടിനെയും കൂടെ ചേർത്തൊരു ക്ലാസ് ആക്കിയാണ് ആൻഡ്രോജൻസ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? പലരും ഇത് മിസ്ലീഡ് ചെയ്ത് ചെയ്യാറുണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കണം. ആൻഡ് കൺട്രോൾ ദി സ്പേം പ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞു, ഗ്രോത്ത് ഓഫ് ദി ഹെയർ, ചേഞ്ച് ഓഫ് ദി വോയിസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ദി റീപ്രൊഡക്ടറി ഓർഗൻസ്. ഇതൊക്കെ സഹായിക്കുന്നു.
റീപ്രൊഡക്ടറി ഓർഗൻ്റെ ഡെവലപ്മെൻറ്റിനെയൊക്കെ സഹായിക്കുന്നു. രണ്ടാമത്താണ് ഓവറി. ഓവറിയെ നമുക്ക് നോക്കിയാൽ നമുക്ക് ഓവറി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്ടറി ഓർഗനാണ്. ഇതെവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യൂട്രസിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. ആ ഒവേറിയൻ ഫോളിക്കിളിൽ നിന്നാണ് ഓവ്യൂൾ മെച്യൂറായി പുറത്തേക്ക് വരുന്നത്. ഈ ഓവ്യൂൾ മെച്യൂറായി പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ. ഒരു മെച്യൂറായ പെൺകുട്ടി കൃത്യമായി അതിന് ആ മെൻസ്ട്രൽ സൈക്കിളിൽ 28 ദിവസമാണ് ആ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ നോർമലി കൃത്യം പകുതി ദിവസം 14th ഡേയിൽ ഓവുലേഷൻ നടക്കാം. ചിലർക്ക് 12ാമത്തെ ദിവസം നടക്കാം, ചിലർക്ക് അല്പം താമസിച്ചു പോയി എന്ന് വയ്ക്കാം. പക്ഷേ എന്തായാലും ഓവ്യൂൾ മെച്യൂറായി ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുക. ഗ്രാഫിയൻ ഫോളിക്കിളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറഞ്ച് ആ അല്ലികളുടെ അകത്ത് ജ്യൂസാക്കും വിത്തും ഇരിപ്പുണ്ട്. ഈ വിത്തെന്ന് പറയുന്നത് ചെറിയ വസ്തുവാണ്, പക്ഷേ ആ വിത്ത് ഇരിക്കുന്നത് ആ വലിയ അറയാണ്. ഇങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിളുകൾ ഒരുപാട് അറകൾ പോലെയാണ് ഇരിക്കുന്നത്. ആ ഓരോ അറയിലും ഓവ്യൂളുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ജീവിതകാലത്തേക്കുള്ള മുഴുവൻ ഓവ്യൂളുകളും അവിടെ ഉണ്ട്. ഒരു പെൺകുട്ടി ജനിച്ച് വരുമ്പോൾ തന്നെ ഇതെല്ലാം കൊണ്ടാണ് വരുന്നത്. മെച്യൂറാകുന്ന പ്രായമാണ്. പണ്ട് 18 വയസ്സായിരുന്നു, പിന്നെ 16ആയി, 15ആയി, 14ആയി, ഇപ്പം 13ഉം 12ഉം 11ഉം ഒക്കെ പല പ്രായത്തിലേക്ക് വരുന്നത് ചിന്തകൾ മാറുന്നത് കൊണ്ടും കാഴ്ചകൾ മാറുന്നത് കൊണ്ടും, കാഴ്ചകൾ വരുമ്പോൾ ചിന്തകൾ വരും, ചിന്തകൾ മാറുന്നത് കൊണ്ടും പലതരം ചിന്തകളും കഴിക്കുന്ന ഫുഡുകളും അതിനകത്തേക്ക് പോകുന്ന പല പല കെമിക്കലുകളും ഹോർമോണുകളും ഇതെല്ലാം വേരിയേഷൻ വരുമ്പോൾ ചിലപ്പോൾ നേരത്തെ മെച്യൂറായി എന്ന് വരാം. അപ്പോൾ ഈ ഓവുലേഷൻ സംഭവിക്കുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് പൊട്ടി ഓവ്യൂള് പുറത്തേക്ക് വരും. ഈ ഓവ്യൂളിനെയാണ് യൂട്രസിൻ്റെ ഇൻഫണ്ടിബുലം എന്ന് പറയുന്ന കൈ പോലെ ഇരിക്കുന്ന പാർട്ട് സെലക്ട് ചെയ്തെടുത്തിട്ട് അവിടെ ട്യൂബിനകത്ത് കൊണ്ടുവരും. ഫലോപ്യൻ ട്യൂബ്, യൂട്രസിനകത്ത് ഫലോപ്യൻ ട്യൂബിൽ വെച്ചേക്കും. ഈ ഫലോപ്യൻ ട്യൂബിൽ ചെന്ന് വേണം സ്പേം ഫ്യൂസ് ചെയ്യാൻ. അപ്പം ഗുണനിലവാരമുള്ള സ്പേമുകളുടെ എണ്ണം വളരെ കൂടുതലുണ്ടെങ്കിൽ അത് വജൈനയിൽ നിന്ന് സെർവീക്സിലൂടെ യൂട്രസിനകത്തേക്ക് കയറി യൂട്രസിനകത്ത് മൊത്തത്തിൽ വന്നിട്ട് 2 വശത്തേക്ക് മൂവ് ചെയ്ത് പോകുമ്പം ഒരു വശത്തായിരിക്കും ഓവ്യൂൾ ഇരിക്കുന്നത്. കുറേ സ്പേം ഇല്ലാത്ത വശത്തോട്ട് ഓടിപ്പോകും. അവിടെ സ്പേമിന് കാണാനൊന്നും പറ്റത്തില്ല എവിടെയാണ് ഓവ്യൂൾ ഇരിക്കുന്നതെന്ന്, തപ്പിപ്പിടിച്ചെടുക്കണം. അങ്ങനെ പോകുമ്പോൾ കുറേ എണ്ണം ഇങ്ങനെ പോകുന്ന വഴിയിൽ അവിടെ ചത്ത് വീഴും. അതൊക്കെ കാണാം, യൂട്യൂബ് വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ ദെൻ സെലക്ട് ചെയ്ത അടുത്തേക്ക് ഫലോപ്യൻ ട്യൂബ്, യൂട്യൂബിൽ പോയിട്ടല്ല, ഫലോപ്യൻ ട്യൂബിൽ പോയിട്ടാണ് ഫ്യൂഷൻ നടക്കുക. ഞാൻ പറഞ്ഞ യൂട്യൂബായി പോയി. ഫലോപ്യൻ ട്യൂബിൽ പോയി ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് പിന്നെ അത് മോർലൈൻ ബ്ലാസ്റ്റിലേക്കായി റൊട്ടേറ്റ് ചെയ്ത് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇത് +1കാർക്ക് വേണ്ടി ഞാൻ അഡീഷണൽ പറഞ്ഞു എന്നുള്ളൂ. 10ാം ക്ലാസ്സുകാർക്ക് ഇത്രയൊന്നുമില്ല. +1 അഡീഷണൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. +1 അല്ല, +2ലാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. എൻഡോമെട്രിയത്തിൽ ഫിക്സ് ചെയ്യും. അതിലാണ് പിന്നെ പ്ലാസൻ്റെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ വരും. ഇതാണ്. അപ്പോൾ ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് മെച്യൂർ ആവുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓവുലേഷൻ നടന്നു കഴിയുമ്പം ഈ ഓവറിയിലെ ഫോളിക്കിൾ കൺവേർട്ട് ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉടനെ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോർമോണിനെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം പ്രൊജസ്ട്രോൺ ആണ് പ്രൊജസ്റ്റിറോൺ അത് തന്നെയാണ് പ്രൊജസ്ട്രോൺ എന്ന് നമ്മൾ പറയും. ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. യൂട്രസിനെ സംബന്ധിച്ച്, ഗർഭപാത്രത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ധാരണ ഓവമുണ്ടായി, ഇനിയിപ്പോൾ സ്പേം വരും, ഫ്യൂസ് ചെയ്യും, കുഞ്ഞ് ഫോം ചെയ്യും. അപ്പോൾ അതിന് കൊടുക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും റെഡിയാക്കി വെച്ചുകൊണ്ടാണ് യൂട്രസിൽ റെഡിയായി കാത്തിരിക്കുന്നത്. പക്ഷേ സ്പേം വരാത്തത് കൊണ്ടും മാരേജൊന്നും ആയില്ലല്ലോ, അല്ലെങ്കിൽ ആ ഫെർട്ടിലൈസേഷനൊന്നും ആയില്ലല്ലോ. അങ്ങനെ വരുമ്പം അടുത്ത 14 ദിവസം കൂടെ കഴിയുമ്പോൾ 28ാമത്തെ ദിവസം ആകുമ്പം ഈ പ്ലാസൻ്റ ഇത് തയ്യാറായി, സ്പേമിനെ റിസീവ് ചെയ്യാൻ തയ്യാറായിരുന്ന പ്ലാസൻ്റ എല്ലാം കൂടെ പൊട്ടിപ്പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലീഡിങ് ആയി മെൻസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും, പുറത്തേക്ക് പോകും. ഇതിനെ വീപ്പിംഗ് ഓഫ് ഊമ്പെന്നും പറയുന്നത് വെച്ചാൽ ഗർഭപാത്രത്തിൻ്റെ വിങ്ങൽ, കരച്ചിൽ. കാരണം ഓരോ മാസവും
ഗർഭപാത്രം തയ്യാറാകും, പക്ഷേ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ ഗ്രാഫിയൻ ഫോളിക്കിളാണ്. ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ കഥ മനസ്സിലായല്ലോ. ഓവറിയിലാണ് ഓവ്യൂൾ ഇരുന്ന എംറ്റി ഫോളിക്കിളാണ് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓവറി, ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഓഫ് ഓവറി സെക്രീറ്റ് സ്റ്റിറോയിഡ് ഹോർമോൺ. ആ സ്റ്റിറോയിഡ് ഹോർമോൺ ആണ് ദെൻ ഈസ്ട്രോജൻ. ദെൻ ഓവുലേഷൻ. ഈസ്ട്രോജൻ എന്ത് ചെയ്യുന്നു? ഓവുലേഷനെ സഹായിക്കുന്നു, മെൻസ്ട്രൽ സൈക്കിൾ സഹായിക്കുന്നു, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഗ്രാഫിയൻ ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ആ സമയം ഗ്രാഫിയൻ ഫോളിക്കിളിന് മറ്റൊരു പേരുണ്ടാവും. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ, ഈ പറഞ്ഞ ഏത് ഗ്രാഫിയൻ ഫോളിക്കിളിന്? ഓവുലേഷൻ നടന്ന് മെച്യൂർ ഓവ്യൂൾ പുറത്തു പോയ എംറ്റി ഗ്രാഫിയൻ ഫോളിക്കിൾ അപ്പം കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ആര് എന്ന് ചോദിച്ചാൽ എംറ്റി ഗ്രാഫിയൻ ഫോളിക്കിൾ ഓഫ് ദി ഓവറി. ആഫ്റ്റർ മെച്ചുറേഷൻ ഓവ്യൂൾ എന്ന് പറയുന്നത് എവിടേക്ക് പോകും? യൂട്രസിലേക്ക് പോകും. അപ്പോൾ എംറ്റി ഗ്രാഫിയൻ ഫോളിക്കിൾ മോഡിഫൈ ചെയ്ത് ഉണ്ടാകുന്ന പുതിയ സ്ട്രക്ചറിൻ്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഇറ്റ് ഈസ് മെയിൻലി മീൻഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അത് മോഡിഫൈ ചെയ്തു വരുന്നത്. അതാണ്. ഓക്കെ, പ്രൊജസ്ട്രോൺ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ കോർപ്പസ് ലൂട്ടിയം. അത് പറഞ്ഞു കഴിഞ്ഞു. ഇതെന്തിനെ സഹായിക്കുന്നു? ഇതും കൺട്രോൾ ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ, ഇംപ്ലാന്റേഷൻ ഓഫ് ദി എംബ്രിയോ ഇൻ ദി യൂട്രസ്. കണ്ടു? അതാണ് പ്രൊജസ്ട്രോൺ എന്തിനാണ് തയ്യാറായതെന്ന് ചോദിച്ചാൽ മറ്റേനെയൊക്കെ സഹായിക്കാൻ കൂടെ തന്നെയാണ്. പക്ഷേ മെയിനായി പ്രൊജസ്ട്രോൺ അവിടെ തയ്യാറായത് ഓവത്തിനെ ആദ്യം വിട്ടുകൊടുത്തു. പുറമേ ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം ആയിക്കൊണ്ട് അത് പ്രൊജസ്റ്റിറോണെ പ്രൊഡ്യൂസ് ചെയ്തത് ഇംപ്ലാന്റേഷൻ ഓഫ് ദീസ് എംബ്രിയോ ഇൻ ടു ദി യൂട്രൈൻ വാൾ. ആ വാളിൽ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? അപ്പോൾ ഓവറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും 2 ഹോർമോണുകളാണ് അവിടെ നമ്മൾ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. എൻഡോക്രൈൻ ഗ്ലാൻഡ് ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഹൈപ്പോതലാമസ് ആണ് തിരിച്ചു വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത് അപ്പോൾ ഇതാണ് ഗൊണാഡിയൽ ഗ്ലാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. കൂട്ടുകാർ ക്ലിയറായി തോന്നുന്നു എന്ന് വിചാരിക്കുന്നു. ഇത്രയൊന്നും 10ാം ക്ലാസ്സിന് പഠിക്കേണ്ട, +2ന് പഠിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതത്രയും മനസ്സിലാക്കണം. അടുത്തതാണ് ഫെറമോൺസ്. സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ. എന്താണ് ഫെറമോൺസ്? ഉറുമ്പ് അല്ലേ, കുറേ ചില ഇൻസെക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അട്രാക്റ്റിംഗ് കെമിക്കലുകളാണ്. അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, സെക്സിന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. സെക്സ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ അല്ലാതെ സൗണ്ട് കൊണ്ട് തന്നെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഫ്രോഗ്, മെയിൽ ഫ്രോഗ് എന്ന് പറയുന്ന മാക് 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 എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ വയലിരുന്ന് വിളിക്കും. ഈ സൗണ്ട് കേട്ടാണ് ഫീമെയിൽ ഫ്രോഗ് മെയിൽ ഫ്രോഗിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്താൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഫെറമോണാണ്. ഫെറമോൺസ് പറഞ്ഞാൽ ഉറുമ്പ് വഴിതെറ്റാതെ പോകുന്നതും ഫെറമോൺ കെമിക്കലിൻ്റെയാണ്. ചില ജീവികൾ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും. അത് ആ ഇൻസെക്റ്റിൻ്റെ ഫെറമോൺസാണ്. അപ്പം ഫെറമോൺസ് എന്ന് പറയുന്നത് ഇസ് അട്രാക്റ്റിംഗ് മെയ്റ്റിങ്ങിന് വേണ്ടി, കോപ്പുലേഷന് വേണ്ടി, അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് വേണ്ടി, മലയാളത്തിൽ പറയുമ്പോൾ സെക്സിന് വേണ്ടി, അതുപോലെ തന്നെ ഇൻഫോമിങ് ഫുഡ് അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി, വഴി അറിയിക്കാൻ, ഡിറ്റർമിനിങ് ദി പാത്ത് ഓഫ് ട്രാവൽ, അതുപോലെ സിഗ്നലിങ് ഡേഞ്ചർ, അവിടെ ഡേഞ്ചറാണ്. നമ്മളൊരു ഉറുമ്പിൻ്റെ വരിയെ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ നിന്ന് വരുന്നവൻ മുമ്പോട്ട് വരില്ല. കാരണം വേറെ ചിലർ അവിടെ പറയും മുമ്പോട്ട് പോകണ്ട, ഇറ്റ്സ് ഡേഞ്ചർ എന്ന് പറയും. അതാണ്, ഉറുമ്പുകൾ അത്രയ്ക്ക് മിടുക്കരാണ്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്നാണ് പറയുക. എടാ മടിയനായ മനുഷ്യ, നീ ഉറുമ്പിനെ കണ്ട് പഠിക്കൂ എന്ന് ബൈബിളിലൊരു വചനമുണ്ട്. വളരെ ശരിയാണ്. ഉറുമ്പ് ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് മസ്കോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ മസ്ക് ഡിയർ, കസ്തൂരിമാൻ്റെ തലയിൽ നിന്ന് ഒരു പ്രത്യേക കസ്തൂരി ഗന്ധം വരും. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ്സിന് തിരിച്ചറിയാൻ പറ്റും ആളെവിടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ സിവിറ്റോൺ ഇൻ്റെ സിവേറ്റ് ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൂച്ച തന്നെയാണ്. പക്ഷെ അത് പൂച്ചയെ പോലെ അല്ല, ഒരു നൊക്ടേണലാണ്. അത് ആഫ്രിക്കൻ കാടുകളിലാണ് കാണപ്പെടുക. ഈ സിവേറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്, ഒരു ഗ്രൂപ്പാണ്. അതിൽ കുറേ എണ്ണം ഉണ്ട്. ഏകദേശം ഈ പൂച്ച ആരെപ്പോലെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കീരിയെ പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ്. ഒരു വലിയ കീരി എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കുന്ന ടൈപ്പ് പൂച്ചയാണ് സിവേറ്റ് ക്യാറ്റ്. അത് ക്ലാസ്സാണ് സിവിറ്റോൺ. അതും ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞ കണക്ക് മെയ്റ്റിനും മറ്റുമൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ മറ്റൊരെണ്ണമാണ് ബോംബിക്കോൾ ഇൻ ദി ഫീമെയിൽ സിൽക്ക് വേം മോത്ത്. എക്സാമ്പിൾ ഫിറോമോൺസ് ആണ്.
സിൽക്ക് വർം, പട്ടുനൂൽ പുഴു, ആ പട്ടുനൂൽ പുഴുവിൻ്റെ ഇൻസെക്റ്റുകൾ, ആ പട്ടുനൂൽ ഫ്ലൈകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫെറമോണിൻ്റെ പേരാണ് ബോംബിക്കോൾ. ഇതൊക്കെയാണ് ഫെറമോൺസിന് എക്സാമ്പിൾ. മനസ്സിലായി കാണുമല്ലോ. സിവിറ്റോൺ, മസ്കോൺ, ബോംബിക്കോൾ പറഞ്ഞ ജനറലായിട്ടുള്ള ഫെറമോൺസുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ. അടുത്തത് നമുക്കുള്ളത് പ്ലാന്റ് ഹോർമോണാണ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്ലാന്റിനെ കുറിച്ച്, ഇപ്പോൾ ഇത്രയും നേരം ഈ 3 എപ്പിസോഡുകൾ എന്ന് പറയുന്നത് അനിമൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നെങ്കിൽ പ്ലാന്റിനെ കുറിച്ച് കുറച്ച് മാത്രമേ പറയാനുള്ളൂ. അത് NCERT പുസ്തകത്തിനകത്തും ഉണ്ട് പ്ലാന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അനിമൽസിനെ കുറിച്ചുള്ളത് NCERT പുസ്തകത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിരുന്നതാണ്. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന NCERT പുസ്തകം. അതിൽ ന്യൂറോൺ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഇവിടെ സ്റ്റേറ്റിലത് പ്രത്യേക ചാപ്റ്ററായിരുന്നു. ബ്രെയിനും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്ലാന്റിൻ്റെ റെസ്പോൺസാണ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ NCERTയെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കാരണം പ്ലാന്റിൻ്റെ റെസ്പോൺസ് സ്റ്റേറ്റിൽ കുറവാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കൂടുതലായിട്ട് അടുത്ത എപ്പിസോഡ് ഇടാം. ദെൻ ഹോർമോൺസ് ഇൻ അനിമൽ NCERTയിൽ കുറവാണ്. ആകെ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത്രയില്ല, ഇത്രയേ ഉള്ളൂ. ഈ 2 പേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റേറ്റിൽ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇത്രയുള്ള സംഭവം രണ്ടും കൂടെ പഠിക്കുന്നവർ കൂടുതൽ മിടുക്കരാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക നല്ലത്. ഓക്കെ. കമൻറ്റുകൾ ഇടുക. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, ഞാൻ കറക്റ്റ് ചെയ്തോളാം. തെറ്റിപ്പോയിട്ടോ മാറിപ്പോയിട്ടുണ്ടോ. ഞാൻ നേരത്തെ ഫലോപ്പിയൻ ട്യൂബിന് യൂട്യൂബ് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഒരു സമയം പ്ലാൻ ചെയ്യുന്നത്. അല്ല യൂട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വായിൽ നിന്ന് പോയി കഴിഞ്ഞു. പിന്നെ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പിന്നെ തെറ്റുന്ന മടി പേടിയൊന്നുമില്ല. അത് അടുത്തേക്ക് മാറ്റാം. ഈഗോയൊന്നുമില്ല. നമുക്ക് മനുഷ്യരാകുമ്പോൾ തെറ്റുകളൊക്കെ പറ്റും. ഒന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നെല്ലാം പഠിച്ചിട്ടല്ല വരണം. ആണോ? പുറത്തിറങ്ങി വന്നതിന് ശേഷമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ അറിവില്ലാത്തവരായിരിക്കും ജനിക്കുന്നത്. പക്ഷെ മരിക്കുന്നത് ഉയർന്ന അറിവുള്ളവരായിട്ട് തന്നെ മരിക്കണം. ഓക്കെ. അപ്പം അടുത്ത എപ്പിസോഡിലേക്ക് വരാം. കൂടുതൽ ഫ്രണ്ട്സിലേക്ക് വീഡിയോസ് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ വന്ന് കിടക്കും. സൗകര്യം അനുസരിച്ച് കാണാം. പലവട്ടം കണ്ടാൽ തന്നെ ഇത് ഉറയ്ക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷവും ഉണ്ടാവട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഐ ലവ് യു ആൾ. താങ്ക് യു.